ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ, അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ വരും. എങ്ങനെയാണെന്നല്ലേ? മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോയെ മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതും അവിടെ വെച്ച് പരീക്ഷിക്കപ്പെടുന്നതുമാണ് അല്ലെ? എന്നാൽ അതിന് തൊട്ടു മുൻപുള്ള വചനം ഒന്ന് വായിച്ചു നോക്കി. ഈശോയെ കുറിച്ച് സ്വർഗം പറയുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പ്രസാദിച്ചതിന് ശേഷം ഉടനെ തന്നെ ആത്മാവിനാൽ ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുക. അങ്ങനെയെങ്കിൽ വചനം നമ്മളോട് പറയുന്നത് എന്താ? ദൈവം നമ്മളെ നോക്കി ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ 40 ദിവസത്തെ ദിനരാത്രങ്ങൾ, പരീക്ഷണത്തിന്റെ ദിനരാത്രങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ പ്രലോഭനങ്ങൾ അപകടങ്ങളാണോ? ഈ പ്രലോഭനങ്ങൾ പ്രശ്നങ്ങളാണോ? അല്ല, ഈശോ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അസാധാരണമായത് എന്തോ സംഭവിച്ചിരുന്ന പോലെ സംഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും. പ്രലോഭനങ്ങളുണ്ടോ? എങ്കിൽ സന്തോഷിക്കുവിൻ. നമ്മൾ ദൈവത്തിന്റെ സംപ്രീതിക്ക് പാത്രങ്ങളാണ്. പ്രലോഭനങ്ങളില്ലേ? ഭയക്കണം. ദൈവം നമ്മളെ പറ്റി ഒരു പക്ഷേ ഇവന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നുണ്ടാവില്ല.